ചേട്ടോ, എന്താ അനിയ? നമ്മുടെ വക്കീൽ സാറിനെ കണ്ടോ? ഇന്ന് കണ്ടില്ലല്ലോ അനിയ. ആണോ? ആ മൊബൈലൊന്നും വിളിച്ചു നോക്ക്. അതിന് വക്കീൽ സാറിന് മൊബൈൽ ഇല്ലല്ലോ. എന്നാ അനിയ ഒരു കാര്യം ചെയ്യും, നേരെ വീട്ടിലേക്ക് ചെല്ലേ. വക്കീൽ ചിലപ്പോ വീട്ടിൽ കാണും. ശരിയാണ്. ഒരു ദിവസം 3 മണിക്കൂർ വരെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഇന്ത്യക്കാരെന്ന് ടെലികോം ഉപകരണ നിർമ്മാതാക്കൾ നടത്തിയ പഠനത്തിൽ പറയുന്നു. കൊള്ളാ. ഫോൺ ഉപയോഗത്തിൽ അമേരിക്കയെ കടത്തിവെട്ടിയിരിക്കുകയാണ് ഇന്ത്യ. എവിടെ നോക്കിയാലും മൊബൈൽ അല്ലയോ ചേട്ടാ? തന്നെ കുബേരന്റെ കയ്യിലും കുചേരന്റെ കയ്യിലും. എന്തിനു പറയുന്നു, കളിപ്പാട്ടത്തിന് പകരം കൊച്ചു പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കുന്ന പോലും മൊബൈൽ. കൈനോക്കി ഫലം പറയുന്ന കാക്കാത്തിയുടെ കയ്യിലും ആകാമായിരുന്നു ഇതുപോലൊരു മൊബൈൽ ഫോൺ. ഫലം പറയാനും ഫലം അറിയാനും മൊബൈൽ നല്ലതാ. എന്നിട്ട് എന്റെ ഫലം അറിയാൻ എന്റെ കൈ പിന്നെ വേറൊരാളെ കൊണ്ട് നോക്കേണ്ടി വരില്ലേ? മൊബൈലിൽ കുടുക്കി ജീവിതം കളയാനേ ഞാനല്ല. അത് ബുദ്ധി. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിന്റെ 68% വീടിനുള്ളിലാണെന്ന പഠനങ്ങൾ. അല്ല ആണോ പോസ്റ്റേ? നേരെ ഇരുട്ടിക്കഴിഞ്ഞ പലർക്കും ഉറക്കം പോലും ഇല്ല. വാട്സപ്പ്, വീചാറ്റ്, ഫേസ്ബുക്ക്, നേരം കളയാനുള്ള ആപ്ലിക്കേഷൻസ് അങ്ങ് നീണ്ടു കിടക്കുമല്ലോ. ചുമ്മാതല്ല നമ്മുടെ പെൺപിള്ളാരൊക്കെ വഴി തെറ്റുന്നത്. അല്ലാതെ മൊബൈലിലൂടെ പരിചയപ്പെട്ട് പ്രണയത്തിലായ കാമുകനെ തേടി 17കാരി എത്തിയപ്പോ കാമുകൻ 60 വയസ്സ് കഴിഞ്ഞ കിളവൻ. ബോധം പോയ പെൺകുട്ടി ഒരല്പമെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ പെൺകുട്ടി ചാടിയും വരുമായിരുന്നു. ബോധമില്ലാത്തവരുടെ ബോധം തെളിയാനും മൊബൈൽ. ചേട്ടോ, 40% പേർ രാത്രിയിൽ മൊബൈലിൽ വീഡിയോ കാണുന്നവരാണ്. 25% പേർ യാത്രാവേളകളിൽ, 23% ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഇല്ലാതൊരു ജീവിതമേ ഇല്ല. വരുന്ന അടുത്തത് കുമാരിയെ. ഈ വഴിനീളെ ഫോണിൽ സംസാരിച്ച് അവസാനം വഴി തെറ്റുവോ കുമാരി? വഴി തെറ്റാതിരിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുമായിരുന്നു ചേട്ടാ. വഴി തെറ്റാനും വഴി തെറ്റിക്കാനുമുള്ള വഴി മൊബൈലിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് വഴി തെറ്റില്ല ഏട്ടാ. പക്ഷേ വഴി തെറ്റുന്നവരിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണല്ലോ കുഞ്ഞ്. തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലുള്ള പിള്ളേരെല്ലാം ഇപ്പോൾ തൊട്ടാത്തെറിക്കുന്ന ഫോണുമായല്ലയോ നടപ്പ്. കാക്കാത്തി, ഈ വില കൂടിയ ഫോണുമായി നടന്ന് ഒടുവിൽ വിലയേറിയ ജീവിതം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാകുമ്പോഴാ പലരും മൊബൈലിന്റെ അപകടത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. മോശവശങ്ങൾ മാത്രമല്ല ചേട്ടാ, നല്ല വശങ്ങളും ഉണ്ട്. നമുക്കിപ്പോ എന്ത് സാധനം വാങ്ങണമെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് ഉണ്ട്. സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകളുടെ എണ്ണം 63% വർദ്ധിച്ചത്. ജീവിക്കാനും ജീവിതം തകരാനും ഒരു മൊബൈൽ മതിയെന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ മൊബൈല് കൊള്ളാം. അതെ കാക്കാത്തി, ഉണ്ണാതെയും ഉറങ്ങാതെയും ഇരുന്ന് മൊബൈല് തിന്നുന്ന ജനങ്ങൾക്ക്, അതും തിരിച്ചറിവില്ലാത്തവർക്ക് അറിവ് പകരാനായി നമുക്ക് ദേ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി കൊള്ളാം. ആപ്പിൾ കുടുങ്ങല്ലേ.